ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമുക്ക് ശ്രീരാമകഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രിയപ്പെട്ട ബന്ധുക്കളെ, അധ്യാത്മ രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു കഥയുടെ അവസാനം മാത്രമല്ല കാണുന്നത്, പിന്നെയോ ഒരു മഹത്തായ ആത്മീയ യാത്രയുടെ അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. അയോധ്യയിലെ രാജകുമാരനായി ജനിച്ച ശ്രീരാമൻ ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ നേരിട്ടു. രാജ്യം നഷ്ടപ്പെട്ടു, വനവാസം അനുഭവിച്ചു, സീതയെ നഷ്ടപ്പെട്ടു, രാവണനോട് യുദ്ധം ചെയ്തു, അയോധ്യയിലേക്ക് മടങ്ങി, പിന്നീട് രാജാവായി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ അവസാനിച്ചില്ല. സീതാവിരഹം, ലവകുശന്മാരിൽ നിന്നുള്ള വേർപാട്, പിന്നീട് മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷം, സീതയുടെ ഭൂമിപ്രവേശം, ലക്ഷ്മണന്റെ വേർപാട്, അവസാനം സരയൂവിലൂടെ വൈകുണ്ഠത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ഇതെല്ലാം കണ്ട ശേഷം നമ്മൾ സ്വയമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്താണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്? 1. ധർമ്മം എളുപ്പമുള്ള വഴിയല്ല. ശ്രീരാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ധർമ്മം തന്നെയാണ്. ധർമ്മം പാലിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം മാത്രമായിരിക്കണമെന്നില്ല. രാമന് രാജ്യം ലഭിക്കേണ്ട സമയത്താണ് വനവാസം വന്നത്. അദ്ദേഹം ആഗ്രഹിച്ചാൽ എതിർക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പിതാവിന്റെ വാക്ക് പാലിക്കുകയാണ് എൻ്റെ ധർമ്മം. ഇതാണ് രാമന്റെ മഹത്വം. ഇന്നത്തെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് 2 വഴികൾ മുന്നിൽ വരും. ഒന്ന് എളുപ്പമുള്ള വഴി, മറ്റൊന്ന് ശരിയായ വഴി. അപ്പോൾ രാമായണം നമ്മോട് പറയുന്നു, എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നതാണ്. 2ാമത്തെ കാര്യം, സീത നമ്മെ പഠിപ്പിക്കുന്നത് സീതാദേവിയുടെ ജീവിതം ഒരു വലിയ ത്യാഗത്തിന്റെ കഥയാണ്. രാജമഹലിലെ സുഖജീവിതം ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം വനത്തിലേക്ക് പോയി. ലങ്കയിൽ തടവിലായപ്പോഴും തൻ്റെ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടുത്തിയില്ല. പിന്നീട് അയോധ്യയിൽ തിരിച്ചെത്തിയിട്ടും വിധി വീണ്ടും അവളെ പരീക്ഷിച്ചു. അവസാനം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ലവകുശന്മാരെ വളർത്തി. സീതയ്ക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു, ആരെ വേണേലും കുറ്റപ്പെടുത്താമായിരുന്നു. പക്ഷേ അവൾ തൻ്റെ സത്യത്തിൽ ഉറച്ചു നിന്നു. അവസാനം ഭൂമിദേവിയെ സാക്ഷിയാക്കി അവൾ ഭൂമിയുടെ മടിയിലേക്ക് മടങ്ങി. അതിനാൽ സീത നമ്മോട് പറയുന്നത്, ലോകം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ നാം എത്ര സത്യസന്ധരാണ് എന്നാണ് പ്രധാനപ്പെട്ടത്. 3. ലക്ഷ്മണന്റെ സമർപ്പണം. രാമായണത്തിൽ രാമനോടൊപ്പം നിഴലുപോലെ നിന്ന ഒരാളാണ് ലക്ഷ്മണൻ. രാജസുഖം ഉപേക്ഷിച്ചു, വനവാസത്തിലേക്ക് പോയി. സഹോദരന് വേണ്ടി ഉറക്കവും വിശ്രമവും പോലും മറന്നു. അവസാനം രാമന്റെ ആജ്ഞയും അയോധ്യയുടെ സംരക്ഷണവും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ സ്വന്തം ജീവിതം തന്നെ ത്യജിച്ചു. ലക്ഷ്മണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, ആവശ്യമായ സമയത്ത് ചെയ്യുന്ന ത്യാഗത്തിലാണ് യഥാർത്ഥ സ്നേഹം. 4. ഹനുമാന്റെ ഭക്തി. ശ്രീരാമനോടുള്ള ഹനുമാന്റെ ഭക്തി രാമായണത്തിന്റെ ഹൃദയമാണ്. ഹനുമാന് ശക്തി ഉണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു, ധൈര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ വിനയം. ലങ്കയിലേക്ക് ചാടിക്കടന്നതും സീതയെ കണ്ടെത്തിയതും ലങ്ക ദഹിപ്പിച്ചതും രാവണന്റെ സൈന്യത്തെ നേരിട്ടതും എല്ലാം രാമനു വേണ്ടിയായിരുന്നു. എന്നിട്ടും വിജയത്തിന് ശേഷം ഹനുമാൻ പറഞ്ഞത് സ്വന്തം മഹത്വത്തെക്കുറിച്ചല്ല, ഇതെല്ലാം രാമന്റെ കൃപയാണ്. ഇതാണ് യഥാർത്ഥ ഭക്തി. നമുക്ക് കഴിവുകൾ ലഭിക്കുമ്പോൾ അഹങ്കരിക്കാതെ ഇതെല്ലാം ദൈവാനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ ഹനുമാൻ നമ്മെ പഠിപ്പിക്കുന്നു. 5. ലവകുശന്മാരുടെ ജീവിതം.
ലവനും കുശനും ജനിച്ചത് രാജകുടുംബത്തിലാണ്. എന്നാൽ അവർ വളർന്നത് കൊട്ടാരത്തിലല്ല, വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. അവിടെ അവർ പഠിച്ചത് വേദങ്ങളും അസ്ത്രവിദ്യയും മാത്രമല്ല, ധർമ്മവും വിനയവും സത്യവും. അവർ സ്വന്തം പിതാവിനെ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കഥ പാടി. അവരുടെ വായിലൂടെ രാമായണം ലോകത്തിന് വീണ്ടും കേൾക്കാനായി. ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്. ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, നല്ല സംസ്കാരമാണ്. 6. വാൽമീകി മഹർഷിയുടെ മഹത്വം. വാൽമീകി മഹർഷി ഇല്ലായിരുന്നു എങ്കിൽ ലവകുശന്മാരുടെ കഥ നമുക്ക് അറിയുമായിരുന്നില്ല. സീതയ്ക്ക് അഭയം നൽകിയതും അദ്ദേഹം, ലവകുശന്മാരെ വളർത്തിയതും അദ്ദേഹം, രാമകഥയെ കാവ്യരൂപത്തിൽ ലോകത്തിന് നൽകിയതും അദ്ദേഹം. അതുകൊണ്ട് ഗുരുവിന്റെ സ്ഥാനം രാമായണത്തിൽ വളരെ മഹത്തായതാണ്. ഗുരു അറിവ് മാത്രം നൽകുന്നില്ല, പിന്നെയോ ജീവിതത്തിന്റെ വഴിയും കാണിച്ചു തരുന്നു. 7. രാമരാജ്യത്തിന്റെ അർത്ഥം. രാമരാജ്യം എന്ന് പറയുമ്പോൾ ഒരു രാജാവിന്റെ നല്ല ഭരണത്തെ മാത്രം ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഒരു ആശയമുണ്ട്. അത് ഒരു ആശയമാണ്. അവിടെ നീതി ഉണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം, ദുർബലർ സംരക്ഷിക്കപ്പെടണം, അധികാരമുള്ളവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം, ജനങ്ങളുടെ ക്ഷേമം മുൻപിൽ വരണം. ഇതാണ് രാമരാജ്യത്തിന്റെ യഥാർത്ഥ സന്ദേശം. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പോലും ഈ ആശയം പ്രാവർത്തികമാക്കാം. ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ രാമരാജ്യം അവിടെ ആരംഭിക്കുന്നു. 8. സീതയുടെ ഭൂമിപ്രവേശം. നമ്മോട് പറയുന്നത്, സീത ഭൂമിയുടെ മടിയിലേക്ക് മടങ്ങിയപ്പോൾ രാമന് അവളെ തടയാനായില്ല. അത് വളരെ വേദനാജനകമായ നിമിഷമായിരുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്. എത്ര സ്നേഹിച്ചാലും ചില വേർപാടുകൾ സംഭവിക്കും. എത്ര ശ്രമിച്ചാലും ചില നഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത്, സ്വീകരിക്കാൻ കഴിയാത്തതിനെ സ്വീകരിക്കാൻ പഠിക്കുക. വേദന ഇല്ലാതാകണമെന്നില്ല, പക്ഷേ ആ വേദനയിലൂടെ മനസ്സ് കൂടുതൽ പക്വമാകും. 9. രാമന്റെ വൈകുണ്ഠ പ്രദേശം. അവസാനം രാമൻ സരയൂവിലേക്ക് പ്രവേശിച്ചു. അയോധ്യയിലെ ജനങ്ങൾ കരഞ്ഞു. പക്ഷേ രാമൻ അവരോട് വലിയ ഒരു സന്ദേശം നൽകി. ധർമ്മത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ രാമൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇതാണ് രാമായണത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം. രാമൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച രാജാവ് മാത്രമല്ല, രാമൻ ഒരു മൂല്യമാണ്. സത്യത്തിന്റെ മൂല്യം, ധർമ്മത്തിന്റെ മൂല്യം, കരുണയുടെ മൂല്യം, ത്യാഗത്തിന്റെ മൂല്യം, പിന്നെയോ സ്നേഹത്തിന്റെ മൂല്യം. 10. നമ്മുടെ ജീവിതത്തിലെ രാമായണം. ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലും വനവാസങ്ങളുണ്ട്. ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള അകലം, വേറെ ചിലപ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, മറ്റു ചില സമയത്ത് അന്യായമായ ആരോപണങ്ങൾ, ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ. അപ്പോൾ നമുക്ക് രാമായണം ഒരു ചോദ്യം ചോദിക്കുന്നു: ഈ സാഹചര്യത്തിൽ നീ എങ്ങനെ പെരുമാറും? രാമനെ പോലെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമോ? സീതയെ പോലെ ക്ഷമ പാലിക്കുമോ? ലക്ഷ്മണനെ പോലെ സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുമോ? ഹനുമാനെ പോലെ ഭക്തിയോടെ സേവിക്കുമോ? ലവകുശന്മാരെ പോലെ സത്യത്തിനു വേണ്ടി ധൈര്യത്തോടെ നിൽക്കുമോ? ഇതാണ് രാമായണം നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാവുന്ന നിമിഷം. രാമായണം വായിക്കേണ്ടത് എന്തിനാ? രാമായണം വായിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ അവസാനിക്കില്ല, പക്ഷേ പ്രശ്നങ്ങളെ നേരിടാനുള്ള മനസ്സിന്റെ ശക്തി ലഭിക്കും. രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും ധർമ്മത്തോടെ ജീവിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ്
ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാമകഥ ഇന്നും നമ്മുടെ വീടുകളിൽ മുഴങ്ങുന്നത്. അവസാനത്തെ സന്ദേശം. ബന്ധുക്കളെ, അധ്യാത്മരാമായണത്തിൽ ഈ യാത്രയിൽ നാം ദശരഥന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ചു. ശ്രീരാമന്റെ ജനനം കണ്ടു, സീതാ സ്വയംവരം കണ്ടു, വനവാസം കണ്ടു, സീതാപഹരണം കണ്ടു, ഹനുമാന്റെ മഹാഭക്തി കണ്ടു, രാവണവധം കണ്ടു, ശ്രീരാമന്റെ പട്ടാഭിഷേകം കണ്ടു, സീതാവിരഹം കണ്ടു, പിന്നെ ലവകുശന്മാരുടെ ജനനവും വളർച്ചയും കണ്ടു, അശ്വമേധയാഗം കണ്ടു, പിതാവും പുത്രന്മാരും തമ്മിലുള്ള സംഗമം കണ്ടു, സീതയുടെ ഭൂമിപ്രവേശം കണ്ടു, ലക്ഷ്മണന്റെ ത്യാഗം കണ്ടു, അവസാനം ശ്രീരാമന്റെ വൈകുണ്ഠപ്രവേശവും കണ്ടു. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ അവസാനം ഇവിടെയല്ല. കാരണം രാമായണം അവസാനിക്കുന്നത് പുസ്തകത്തിന്റെ അവസാന പേജിലല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ധർമ്മമായി ആരംഭിക്കുമ്പോഴാണ്. നമ്മുടെ വാക്കുകളിൽ സത്യം വരുമ്പോൾ, നമ്മുടെ പ്രവർത്തികളിൽ ധർമ്മം വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ കരുണ വരുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഭക്തി നിറയുമ്പോൾ അവിടെ ശ്രീരാമൻ ജീവിക്കുന്നു. ഒരു ചെറിയ പ്രാർത്ഥന. ശ്രീരാമ, സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ദുഃഖങ്ങളിൽ തളരാതിരിക്കാനുള്ള മനസ്സ് തരണമേ. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള ഹൃദയം തരണമേ. ധർമ്മത്തിന്റെ വഴിയിൽ നടക്കാനുള്ള വിവേകം തരണമേ. എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ നാമം സ്മരിക്കാനുള്ള ഭക്തി തരണമേ. ശ്രീരാമചന്ദ്രസ്വാമി കീ ജയ്. ശ്രീ സീതാരാമചന്ദ്രസ്വാമി കീ ജയ്. ശ്രീ ഹനുമതേ നമ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം സമാപിച്ചു. രാമകഥ അവസാനിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ അത് എന്നും തുടരട്ടെ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹനുമാൻ സ്വാമി കീ ജയ്. ശ്രീ ആഞ്ജനേയ സ്വാമി കീ ജയ്. ശ്രീ സീതാരാമചന്ദ്ര സ്വാമി കീ ജയ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.